വയനാട് ജില്ലയിലെ കൽപ്പറ്റ രോഹിണി വീട്ടിലെ സിന്ധു ടീച്ചർ ഗണിതശാസ്ത്ര അധ്യാപികയാണ്. വിദ്യാലയം വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്ന ടീച്ചർ തന്റെ അടുത്ത ക്ലാസ് ആരംഭിക്കുകയായി. പക്ഷെ അത് കൃഷിപാഠമാണെന്ന് മാത്രം. ടീച്ചറുടെ അനുസരണയുള്ള കുട്ടികളായ പച്ചക്കറികളിലും പിന്നെ ഇലകളിലും പൂക്കളിലും കീടബാധയുണ്ടോ എന്ന് പരിശോധിക്കുകയായി. പന്തലിലെ പാവലും പയറും പടവലവും ഒക്കെ കണ്ട് സന്തോഷിക്കുകയായി. വാത്സല്യപൂർവ്വം അവയെ തലോടുകയായി. രാവിലെ സ്കൂളിലേക്ക് പോകേണ്ട തിരക്കിൽ അവരെ ശ്രദ്ധിക്കാതെ പോയതിലുള്ള പരിഭവം പറഞ്ഞു തീർക്കുകയായി. വയനാട്ടിൽ ജോലി ലഭിച്ചതുമൂലം കോട്ടയം ജില്ലയിലെ പുൻകുന്നത്ത് നിന്നും ഇവിടേക്ക് എത്തിയവരാണ് സിന്ധു ടീച്ചറും ഭർത്താവ് അനിൽകുമാറും. പത്ത് സെന്റ് സ്ഥലം വാങ്ങി വീട് വച്ച ശേഷം അവശേഷിച്ച വീടിന്റെ പാർശ്വഭാഗത്തുള്ള ഭൂമിയിലും മുറ്റത്തുമായി അടുക്കളത്തോട്ടം ഉണ്ടാക്കാനാണ് ടീച്ചർ ശ്രമിച്ചത്. കാർഷിക പാരമ്പര്യം അവർക്കതിന് പ്രേരണയുമായി. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപും അതുപോലെ വൈകുന്നേരം വന്നതിന് ശേഷവും ചെടികൾക്കൊക്കെ നനയ്ക്കാറുണ്ട്. ജൈവ രീതിയിലാണ് ഞങ്ങൾ പച്ചക്കറി നടത്തുന്നത്. 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. എങ്കിലും അതിനുള്ളിൽ പയറ്, കോവല്, പാവല്, വഴുതന, എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും നടാറുണ്ട്. ഹസ്ബൻഡും ഞാനും കൂടിയാണ് ഇതിൽ വളമൊക്കെ ഇടുന്നത്. പുറത്തുനിന്ന് സാധാരണ ഈ പച്ചക്കറികളൊന്നും തന്നെ വാങ്ങാറില്ല. ഇവിടെയുള്ളത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. നല്ല പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പറിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട്. രാവിലെയാണ് ഇതൊക്കെ പറിച്ചെടുക്കാറുള്ളത്. എല്ലാം ചീരയാണെങ്കിലും പലതരം ചീരകളുണ്ട്. അതിൽ ഓരോ ദിവസവും ഒരു സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കും അടുത്ത സൈഡിൽ നിന്നും നമുക്ക് മുറിച്ചെടുക്കാൻ പാകത്തിനാവും. പിന്നീട് പയറും അതുപോലെ തന്നെ പല രീതിയിലുള്ള 1-2 രീതിയിലുള്ള പയറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസവും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ദിവസവും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറി ഉപയോഗിക്കുമ്പോൾ അതിന് മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. കൃഷിഭവനിൽ നിന്നും കാർഷിക പ്രദർശന മേളകളിൽ നിന്നുമൊക്കെ പച്ചക്കറി തൈകൾ വാങ്ങി ഗ്രോ ബാഗിലും ഭൂമിയിലുമായി നട്ടു വളർത്തുകയും ചെയ്തു. സിന്ധു ടീച്ചറിന്റെ പച്ചക്കറി കൃഷി ഇന്ന് 5 വർഷം പിന്നിടുന്നു. വള്ളിപ്പയർ, പടവലം, പാവൽ, വിവിധതരം മുളകുകൾ, കാന്താരി, കാബേജ്, കോളിഫ്ലവർ, വെണ്ട, ചീര തുടങ്ങി ഒരു വീടിനാവശ്യമായ എല്ലാവിധ പച്ചക്കറികളും ടീച്ചറുടെ വീട്ടിന്റെ മുറ്റത്തും മറ്റു ഭാഗങ്ങളിലുമായി പൂവിട്ടും കായിട്ടും നിൽക്കുന്നു. പച്ചക്കറികൾക്കുള്ള ശുശ്രൂഷയിലാണ് പ്രധാന കാര്യമെന്ന് സിന്ധു ടീച്ചർ പറയുന്നു. പരിപാലന കാര്യത്തിൽ സഹായിക്കുവാൻ ഭർത്താവ് അനിൽകുമാറും സമയം കണ്ടെത്തുന്നു. ചാണകപ്പൊടിയും സ്ലറിയുമാണ് ടീച്ചർ വളമായി നൽകുന്നത്. വേനൽക്കാലത്ത് എല്ലാ ദിവസവും നനച്ചും പോരുന്നു. രോഗബാധയ്ക്കെതിരെ ജൈവ കീടനാശിനിയും ഉപയോഗിക്കുന്നു. കൃഷി ചെയ്തിരിക്കുന്നത് ഗ്രോ ബാഗ്സിൽ മണ്ണും ചാണകവും കൂടി നിറയ്ക്കും. മറ്റ് യാതൊരു രാസവളങ്ങളും ഇടാറില്ല. അതേപോലെ രാവിലെയും വൈകുന്നേരവും പറ്റുന്ന സമയങ്ങളിൽ കൂടുതൽ വെള്ളം നനയ്ക്കാറുണ്ട്.
ചാണകമാണ് കൂടുതലായി ഇടുന്നത്. പുകയില കഷായം, അതായത് പുകയിലയും സോപ്പും കൂടി കുറേ വെള്ളത്തിൽ തിളപ്പിച്ച് വെക്കാറാണ് പതിവ്. അതിൽ നിന്നും കുറച്ച് എടുത്ത് അതിൻ്റെ കൂടെ കൂടുതൽ വെള്ളം ചേർത്ത് വൈകുന്നേരങ്ങളിൽ തളിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമാണ് സാധാരണ അത് ചെയ്യുന്നത്. ഓരോ ആഴ്ചയും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെടികൾക്കുള്ള ഈ കേടുപാടുകൾ കുറച്ചൊക്കെ കുറയാറുണ്ട്. സീസൺ വ്യത്യാസത്തിൽ വിളകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും സിന്ധു ടീച്ചറുടെ മുറ്റത്ത് എന്നും പച്ചക്കറികളുണ്ടാവും. ടീച്ചറുടെ വീട്ടാവശ്യം കഴിഞ്ഞാൽ പച്ചക്കറികൾ അയൽക്കാർക്കും സ്കൂളിലെ സഹപ്രവർത്തകർക്കുമുള്ളതാണ്. വിഷമയമില്ലാത്ത ശുദ്ധ പച്ചക്കറി ഇനങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ സ്വന്തം വീട്ടുവളപ്പിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യാൻ ഏവർക്കും പ്രേരണയാകട്ടെ എന്നാണ് ഈ ടീച്ചറുടെ പ്രത്യാശ. വളരെ കുറച്ച് സ്ഥലമുള്ളൂ എങ്കിലും നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള രാസവളങ്ങളും പ്രയോഗിക്കാതെ ജൈവ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറികൾ എന്തായാലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എത്ര ജോലി തിരക്കായാലും സ്വന്തം വീടിനോട് ചേർന്ന ഇത്തിരി പോന്ന ഭൂമിയെ ഉള്ളെങ്കിൽ പോലും പച്ചക്കറി കൃഷിയോട് താല്പര്യപ്പെട്ട് കൃഷി ചെയ്താൽ അത് നൽകുന്ന ആനന്ദം അവാച്യമാണെന്നാണ് വയനാട്ടിലെ ഈ ടീച്ചറുടെ പക്ഷം. അതിനാവശ്യം ചെലവഴിക്കാൻ അല്പം സമയവും അല്പം ക്ഷമയും എന്നുകൂടി ടീച്ചർ കൂട്ടിച്ചേർക്കുമ്പോൾ ആ ഉപദേശം വേണ്ട കാതുകളിൽ എത്തട്ടെ എന്നും സിന്ധു ടീച്ചർ ആശിക്കുന്നു. വൈക്കം TV പുരത്തെ കാർഷിക പാരമ്പര്യമൊന്നുമില്ലാത്ത പരുവയ്ക്കൽ വീട്ടിലെ PP പ്രേംലാൽ എന്ന ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ചെറുപ്പക്കാരൻ തന്റെ പ്രിയ സുഹൃത്തിന്റെ ആകസ്മികമായ മരണം ആഹാര രീതിയിലൂടെ ഉടലെടുത്ത ക്യാൻസർ രോഗം മൂലമായിരുന്നു എന്നറിഞ്ഞതോടെ വിഷമയമില്ലാത്ത ആഹാരം ജീവിതശൈലിയാക്കി മാറ്റുന്ന ഒരു സമൂഹത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വൈക്കം നഗരത്തെ ഓരോ കുടുംബത്തെയും ജൈവ കാർഷിക മുറ്റത്തേക്ക് എത്തിക്കുക എന്ന പ്രേംലാലിന്റെ ആശയത്തോട് സുഹൃത്തുക്കളും കൂട്ടിച്ചേർന്നതോടെ ആ പുത്തൻ കാർഷിക സംസ്കാര യത്നത്തിന് നാന്ദിയായി. ജൈവ കാർഷിക രംഗത്തെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളുമായി കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവും മണ്ണും വിളയും ചേരുന്ന കാർഷിക ബന്ധത്തിന്റെ വഴികൾ തെളിച്ചുകൊണ്ട് കേരള കാർഷിക സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ NK ശശിധരനും ആരോഗ്യ സംരക്ഷണ തലങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV സുരേഷും പ്രേംലാൽ സംഘത്തിന്റെ മുന്നണിയിലേക്ക് എത്തവേ ആ ജൈവ കർഷക കൂട്ടായ്മയിലെ പ്രത്യാശയുടെ പ്രഭയ്ക്ക് ശോഭയേറുകയായിരുന്നു. ജൈവ കർഷകാംഗം കൂടിയായ മുരളീധരൻ വൈക്കം ടൗണിൽ പ്രവർത്തനരഹിതമായി കിടന്ന തന്റെ സിനിമ തിയേറ്റർ കർഷക സംഘത്തിന് ഒത്തുകൂടുന്നതിനും ഓഫീസ് പ്രവർത്തനങ്ങൾക്കുമായി സൗജന്യമായി തന്നെ വിട്ടുകൊടുത്തു. പ്രേംലാലും സംഘവും അവരുടെ ഒരുമയ്ക്ക് വിഷമാകുന്നത് എന്നർത്ഥം വരുന്ന അനാമയ എന്ന പേര് നൽകി. അങ്ങനെ അനാമയ ഓർഗാനിക് സെന്റർ അതിന്റെ സജീവ പ്രവർത്തന പഥത്തിലേക്ക് കടന്നു. നാട്ടില് ഒരു മരണമാണ് ശരിക്കും എന്നെ ഈ ജൈവ കൃഷിയിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്ത് അത് ക്യാൻസർ കൊണ്ട് മരിച്ചപ്പോൾ ആഹാരമാണ് ഔഷധം. കഴിക്കേണ്ടത് മരുന്നല്ല, കഴിക്കേണ്ടത് നല്ല ആഹാരമാണ്. നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിലൂടെ പകരുന്ന ഒരു പരിധിയുള്ള മാരക രോഗങ്ങളെ നമുക്ക് തടയാമെന്ന് മനസ്സിലാക്കി. അതിൽ ഏറ്റവും നല്ല വഴി ജൈവ കൃഷിയാണ്. ഒരു തിരിച്ചറിവിൽ ഞങ്ങൾ കുറച്ച് കൂട്ടർ ചേർന്ന് ജൈവ കൃഷി ആരംഭിച്ചു. കൃഷിയിൽ ഇതിനു മുമ്പ് മുൻപരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൃഷി വലിയ വിജയമൊന്നും ആയിരുന്നില്ല. എങ്കിലും തുടർ യാത്രകളും ധാരാളം കർഷകരുമായിട്ടുള്ള ധാരാളം അനുഭവസമ്പത്തുള്ള കർഷകരുമായിട്ടുള്ള
സംവാദങ്ങളും അവരുടെ തോട്ടത്തിൽ പോയി താമസിക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്ത കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നിലനിന്ന് പോകാവുന്ന ജൈവകൃഷി സസ്റ്റൈനബിൾ ഓർഗാനിക് ഫാമർ എന്നൊരു രീതിയിലേക്ക് ഉയരാനായിട്ട് ദൈവം സഹായിച്ച് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദേശം ഞങ്ങൾ മാത്രമല്ല വൈക്കം പ്രദേശത്തെ എല്ലാവരിലേക്കും എത്തിക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് അനാമയ എന്ന ഞങ്ങളുടെ ഓർഗാനിക് ക്ലബ്ബ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് വൈക്കം പട്ടണത്തിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 1000-ലേറെ വരുന്ന കുടുംബാംഗങ്ങൾ അനാമയ ജൈവ കാർഷിക കേന്ദ്രത്തിൽ അംഗങ്ങളായി പൂർണ്ണ ജൈവ പച്ചക്കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ പച്ചക്കറികൾ ഏതാണ്ട് 1.5 കിലോളം വരുന്ന ദൈനംദിനം ആവശ്യമായിരുന്ന പച്ചക്കറികൾ പരിപൂർണമായിട്ടും ജൈവ രീതിയിൽ ഉൽപ്പാദിക്കാനുള്ള ഒരു സന്ദേശമാണ് അനാമയിൽ നിന്നിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ കൃഷിയിടം ഈ ഓർഗാനിക് സെൻറ്റർ സന്ദർശിക്കുന്നവർക്കെല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പരിപൂർണമായിട്ട് അവരവരുടെ വീട്ടുവളപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻപുട്ടുകൾ, അതുപോലെ തന്നെ അതിനുള്ള സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് തുടർന്നുണ്ടാകുന്ന എല്ലാവിധ സാങ്കേതിക പ്രശ്നങ്ങൾക്കും എങ്ങനെ പരിഹാരം കാണാം, സാങ്കേതിക ജൈവ രീതികളിൽ എങ്ങനെ പരിഹാരം കാണാമെന്നുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആഹാരമാണ് ഔഷധം. പച്ചക്കറിക്കായി കടയിലേക്കല്ല പോകേണ്ടത്, അവനവന്റെ തൊടിയിലേക്കാണ് ഇറങ്ങേണ്ടത്. ഇതായിരുന്നു പ്രേംലാൽ എന്ന ഈ യുവ കർഷക സാരഥിയുടെ ഹൃദയധ്വനിയായ മുദ്രാവാക്യം. ധാരാളം ക്ലാസ്സുകൾ നമ്മൾ അനാമ ഭാഗത്തുമായിട്ട് കൊടുത്തു വരുന്നു. വീട്ടിൽ പച്ചക്കറിയിലേക്ക് പോവേണ്ടത് വിഷമുള്ള പച്ചക്കറി വാങ്ങിക്കാൻ കടയിലേക്കല്ല, ഇറങ്ങേണ്ട തൊടിയിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറമ്പിലുള്ള ചൊറിയനവും ചേനയും അങ്ങനെ നമ്മൾ പാൽ കളയുന്നു വരുന്ന അങ്ങനെയുള്ള ഇലകൾ ഉപയോഗിച്ച് കറി വെക്കാനായിട്ട് ഇലയറി ഉത്സവം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഇനിയും മുന്നോട്ട് ഒരുപാട് പ്രവൃത്തികളിലൂടെ സമൂഹത്തിന് സന്ദേശം കൊടുത്ത് നല്ല സന്ദേശം കൊടുത്ത് നല്ലൊരു സംസ്കാരം വളർത്തിയെടുത്ത് ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോലെ നല്ലൊരു സംസ്കാരം ഞങ്ങളുടെ ഈ വൈക്കം പ്രദേശത്ത് ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ജീവിത വ്രതം പോലെ പ്രേംലാൽ വൈക്കം മേഖലയിലുള്ള തന്റെ സംഘാംഗങ്ങളുടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കാനായി മാത്രം ഓരോ ദിനവും ചെലവഴിക്കുന്നു. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി ഈ യുവാവിന്റെ ജൈവ കാർഷിക യാത്രകൾ നിറവണിയുന്നു. വൈക്കം ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലുള്ള അനാമയ ജൈവ കാർഷിക കുടുംബങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും അടുക്കളത്തോട്ടത്തിലൂടെയും ഇട്ടുപ്പാവ് കൃഷിയിലൂടെയും ഈ പദ്ധതി നടപ്പാക്കി പോരുമ്പോൾ ജൈവ കൃഷിയുടെ സഫലം എന്തെന്ന സന്ദേശം ഒരു സമൂഹത്തേക്ക് പടരുകയായിരുന്നു. ഞാനിവിടെ അനാമയികയുടെ ഒരു സ്ഥാപനം നടക്കുന്നു എന്ന് എന്നെ അറിയിച്ചതനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ വന്ന് ക്ലാസ് എടുത്ത് അറിയിച്ചതനുസരിച്ച് എൻ്റെ വാർഡിൽ 100ഓളം കുടുംബക്കാർക്ക് ഞാൻ ഈ പച്ചക്കറി കൃഷിയുടെ ചെടികൾ കൊടുക്കുകയും ആ ചെടികളിൽ നിന്ന് അവർ ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കി വിളവുകൾ ധാരാളമായി എടുക്കുകയും ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ചെടികൾ നടുകയും പച്ചക്കറി ചെടികൾ നടുകയും അതിൽ നിന്നും വിളവുകൾ എടുക്കുകയും അതിൽ നിന്നും ആദായം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അനാമയ ജൈവ കാർഷിക കേന്ദ്രം ജൈവ കർഷക അംഗങ്ങളുടെ സഹായത്തിനായി ഒരു കർഷക സേവാ വിഭാഗവും തങ്ങളുടെ മുഖ്യ കേന്ദ്രത്തിൽ തുറന്നു. ജൈവ കാർഷിക രീതികളെപ്പറ്റിയുള്ള സമഗ്രമായ ബോധനം, സംശയ നിവാരണം, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ജൈവ വളങ്ങൾ, ജൈവ കീടനാശിനികൾ, ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ട വളക്കൂട്ടുകൾ തുടങ്ങിയവയെല്ലാം ഈ സേവാ കേന്ദ്രത്തിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നു. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, കോൺട്രാക്ടേഴ്സുണ്ട്, അങ്ങനെ പല മേഖലയുള്ളവർ ഞങ്ങളോടൊപ്പം കൂടുകയും എല്ലാവരും ചേർന്ന് പ്രത്യേകിച്ച് കരാറൊന്നുമില്ല, വിഷമില്ലാത്ത പച്ചക്കറി എല്ലാവരുടെയും വീട്ടിൽ, അതിനകത്ത് ലാഭിച്ചൊന്നും ഒരു പ്രോഫിറ്റ് മോട്ടായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ 1060ഓളം കുടുംബങ്ങൾ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ മാത്രം ഇപ്പോൾ അനാമയ്ക്കുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് എല്ലാ വാർഡുകളിലും മുനിസിപ്പൽ വാർഡുകളിലും ഓരോ മുനിസിപ്പൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഈ കോർഡിനേറ്റേഴ്സ് അതാത് വാർഡിലെ കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നു, മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അനാമയ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു കർഷക സേവാ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പശു ഇല്ലാത്തവർക്ക് നാടൻ പശുവിൻ്റെ ചാണകം, നാടൻ പശുവിൻ്റെ ഗോമൂത്രം, ജീവാമൃതം, അങ്ങനെ ജൈവകൃഷിക്ക് ആവശ്യമായ എല്ലാ സങ്കേതങ്ങളും ഒരു കുടക്കീഴിൽ ഇന്ന് ലഭ്യമാക്കിയിരിക്കുന്നു. ആഹാരമാണ് ഔഷധം എന്ന ഹൃദയ സന്ദേശവുമായി ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രേംലാലും കൂട്ടരും കാർഷിക കേരളത്തിന്റെ പ്രൗഢാഭിമാനമായി മാറുന്നു.
വിഷവിമുക്തമായ പച്ചക്കറി വിളകൾ നിറഞ്ഞു വളരുന്ന ഹരിത കേരളത്തെ സ്വപ്നം കാണുന്ന ഇവർ ഇന്ന് വൈക്കം പട്ടണത്തിൽ 1000-ലേറെ കുടുംബങ്ങൾ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് എത്തിയപ്പോൾ അത് നാളെ ലക്ഷത്തിലേക്ക് എത്തുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഈയങ്കൊണ്ട് ഈയക്കോല് അരയരയരയോ കിങ്ങിണി അരയോ അരയരയരയോ കിങ്ങിണി അരയോ കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു. यूरिया का स्वदेशी उत्पादन 70 लाख बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈടെക് നഴ്സറികൾ സ്ഥാപിക്കാൻ സഹായം. സസ്യപ്രജനന മാർഗങ്ങളിൽ പരിശീലനം. അർക്കാനികിത സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ 1 ഹെക്ടർ മുതൽ 49 ഹെക്ടർ വരെ വിസ്തൃതിയുള്ള ഹൈടെക് നഴ്സറികൾ സ്ഥാപിക്കാൻ സഹായം നൽകും. സ്വകാര്യ മേഖലയിൽ 10 ലക്ഷം രൂപയും പൊതുമേഖലയിൽ 25 ലക്ഷം രൂപയും ധനസഹായം നൽകും. ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് കൃഷിഭവനിൽ സബ്സിഡി നിരക്കിൽ വിവിധതരം പച്ചക്കറി തൈകൾ വിതരണത്തിന് തയ്യാറാണ്. അകത്തിച്ചീര, മുരിങ്ങ, കറിവേപ്പ്, റെഡ് ലേഡി പപ്പായ, കോവൽ എന്നിവ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റിന് 57 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9495999579. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ സസ്യപ്രജനന മാർഗങ്ങളായ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 8086405476. മറ്റൊരു നമ്പർ 9495746992.
ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം പരവൂർ നഗരസഭ പരിധിയിലുള്ള മികച്ച കർഷകരെ തെരഞ്ഞെടുക്കുന്നു. താൽപര്യമുള്ള കർഷകർ ഈ മാസം 5-ാം തീയതിക്ക് അകം കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,100 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,500 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 14,000 രൂപ, കൊപ്ര കൊച്ചി 9,435 രൂപ, കൊപ്ര കോഴിക്കോട് 10,000 രൂപ, കൊപ്ര തൃശൂർ 9,385 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 46,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 48,900 രൂപ, ചുക്ക് മീഡിയം 9,750 രൂപ, ചുക്ക് ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ സേലം 8,000 രൂപ, മഞ്ഞൾ ഈറോഡ് 8,500 രൂപ, അടയ്ക്ക പഴയത് 20,000 രൂപ, കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,500 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,900 രൂപ, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,600 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,100 രൂപ. കമ്പോള നിലവാരം. കൊച്ചി വെളിച്ചെണ്ണ 14,100 രൂപ, കൊപ്ര 9,435 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 46,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 48,900 രൂപ, ചുക്ക് മീഡിയം 10,000 രൂപ, ചുക്ക് ബെസ്റ്റ് 12,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 മുതൽ 180 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 270 മുതൽ 310 രൂപ വരെ, ജാതിപത്രി മഞ്ഞ ചുവപ്പ് 350 മുതൽ 550 രൂപ വരെ, ഗ്രാമ്പു 700 രൂപ, റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,500 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,900 രൂപ, ഒട്ടുപാൽ 8,300 രൂപ, ലാറ്റക്സ് 8,300 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യൻ ഭക്ഷ്യ എണ്ണ വിപണികളിൽ വിവിധ പാചക എണ്ണകളുടെ നിരക്ക് ഉയർന്നത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വരും ദിനങ്ങളിൽ നേട്ടമാകും. പാം ഓയിൽ, സൂര്യകാന്തി എണ്ണകൾ കൂടുതൽ മികവ് കാണിച്ചാൽ ദക്ഷിണേന്ത്യൻ മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയും കൊപ്രയും ഉൽപ്പാദകർക്ക് ആകർഷകമായ വിലയ്ക്ക് ഈ മാസം കൈമാറാനാകും. കർക്കിടകം 2-ാം പകുതിയിലും ഏലക്ക വിളവെടുപ്പ് ശക്തിയാർജിക്കില്ലെന്ന് ഉൽപ്പാദക മേഖലകളിൽ നിന്നുള്ള പുതിയ വിവരം. പ്രതീക്ഷിച്ച തോതിൽ മഴ ലഭിക്കാത്തത് ഉൽപ്പാദനത്തെ ബാധിച്ചുവെന്ന് കർഷകർ. മികച്ച ഇനം ഏലക്ക കൊച്ചിയിൽ കിലോ 1,540 രൂപയിൽ ലേലം കൊണ്ടു. ലേലത്തിന് വന്ന 56,568 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. അതേസമയം കയറ്റുമതിക്ക് അനുയോജ്യമായ ഏലത്തിന്റെ ലഭ്യത കുറവാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.8, 25.4. കൊച്ചി 32.5, 25.3. ആലപ്പുഴ 33, 22.9. പുനലൂർ 33.4, 24. തിരുവനന്തപുരം 32.6, 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. ചേട്ടാ 2 കൂൾ ഡ്രിങ്ക് തരൂ. 30 രൂപ തന്നേ.